കൂടാതെ നമ്മുടെ RBI അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അതിന് ഇവിടെ തന്നിട്ടുണ്ട് ടോട്ടൽ വേക്കൻസി 950. അത് ഇന്ത്യയിൽ മൊത്തം 950 വേക്കൻസി ഉണ്ട്. പക്ഷേ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എക്സാമിന് ഒരു പ്രീ എക്സാം ഉണ്ട്, മെയിൻ എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട്. ഈ ലാംഗ്വേജ് ടെസ്റ്റ് എല്ലാവർക്കും ഉണ്ടാവും. ഇത് താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഫെബ്രുവരി 17 തൊട്ട്, അതായത് ഇന്ന് തൊട്ട് മാർച്ച് 8 വരെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 17, 12, 8 20 ദിവസം കൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. എക്സാം ഡേറ്റ് നമുക്ക് ഈ ദിവസങ്ങളിൽ തന്നെ അടയ്ക്കാം. പിന്നെ ഇവിടെ പ്രീ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. മാർച്ച് 26 27 ആയിരിക്കും. ഇനി മെയിൻ എക്സാം മെയിലായിരിക്കും. ഓക്കെ, ഇനി താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ വേക്കൻസി ടേബിൾ വന്നിട്ടുണ്ട്. SC, ST, OBC, EWS, ജനറൽ, ടോട്ടൽ. അപ്പോൾ കേരളത്തിൽ SCക്ക് 7 വേക്കൻസി ഉണ്ട്, STക്ക് 1 വേക്കൻസി, OBCക്ക് 13, EWSന് 5, ജനറലിന് 28. അങ്ങനെ ടോട്ടൽ 57 വേക്കൻസിയാണ് കേരളത്തിലുള്ളത്. ഇനി താഴത്തേക്ക് വന്നു കഴിയുമ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വന്നിട്ടുണ്ട്. അതായത് 2022 ഫെബ്രുവരി 1 20നും 28 വയസ്സിനും ഇടയ്ക്കായിരിക്കണം നമ്മുടെ പ്രായം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് 2/2/1994 അതിന് മുമ്പോ അല്ലെങ്കിൽ 1/2/2002 അതിന് ശേഷമോ വരാൻ പാടില്ല. മനസ്സിലായോ? ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കണം. ഇനി ഈ ഏജ് ലിമിറ്റിൻ്റെ റിലാക്സേഷൻ തന്നിട്ടുണ്ട് ഓരോ കാറ്റഗറിയുടെ, അത് നിങ്ങൾ വായിച്ച് നോക്കുക. ഇനി താഴത്തേക്ക് പോകുന്ന കഴിയുമ്പോൾ നമുക്കിവിടെ എക്സാം പ്രൊസീജിയർ തന്നിട്ടുണ്ട്. ആദ്യം പ്രീ എക്സാമിന് ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ്. ഇംഗ്ലീഷ് 30 ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട്, മാത്സ് 35 ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട്, റീസണിങ് 35 ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ചിട്ട്. പിന്നെ ഓരോന്നും സെപ്പറേറ്റ് ടൈമിലാണ്. അപ്പോൾ മൊത്തം 100 ക്വസ്റ്റ്യൻ 60 മിനിറ്റ്. ഇനി മെയിൻ എക്സാമിന് റീസണിങ്, ഇംഗ്ലീഷ്, മാത്സ്, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ അവയർനെസ് എല്ലാം 40 ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വീതം. അപ്പോൾ മൊത്തം 200 ക്വസ്റ്റ്യൻ 200 മാർക്ക്. ടൈം വ്യത്യാസമുണ്ട് നോക്കി. റീസണിങ്ങിനും ഇംഗ്ലീഷിനും മാത്സിനും 30 മിനിറ്റ് വീതം. ഇനി ജനറൽ അവയർനെസ്സിന് 25 മിനിറ്റ്, കമ്പ്യൂട്ടർ അവയർനെസ്സിന് 20 മിനിറ്റ്. ഇനി മെയിൻ എക്സാം കിടക്കുന്ന എല്ലാവർക്കും ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് ഉണ്ട് കേട്ടോ. ദി കാൻഡിഡേറ്റ്സ് പ്രൊഫഷണലി ഷോർട്ട് ലിസ്റ്റഡ് ഫ്രം ദ മെയിൻ ഓൺലൈൻ എക്സാമിനേഷൻ വിൽ ഹാവ് ടു അണ്ടർഗോ എ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. ദ ലാംഗ്വേജ് ടെസ്റ്റ് പ്രൊഫഷൻസി വിൽ ബി കണ്ടക്ടഡ് ഇൻ ദ ഒഫീഷ്യൽ ലോക്കൽ ലാംഗ്വേജ് ഓഫ് ദ സ്റ്റേറ്റ് കൺസേൺഡ് ആസ് ഡീറ്റെയിൽ ബിലോ. അതായത് നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് അപ്ലൈ ചെയ്തേക്കുന്നത് ആ സ്റ്റേറ്റിലെ ലോക്കൽ ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും ഈ ലാംഗ്വേജ് ടെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ നോക്കി ഓരോ സ്റ്റേറ്റിലെയും ലാംഗ്വേജ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി താഴത്തേക്ക് പോകുന്നു കഴിയുമ്പോൾ ഇവിടെ എക്സാം സെൻറ്ററുകളുടെ കാര്യം പറയുന്നുണ്ട്. നോക്കി, കേരളത്തിൽ പ്രീ എക്സാം കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ, അത്യാവശ്യം എല്ലായിടത്തും തന്നെയുണ്ട്. പക്ഷേ മെയിൻ എക്സാം നോക്കി, കൊച്ചിയിലുണ്ട്, കൊല്ലത്തുണ്ട്, കോട്ടയത്തുണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, തൃശ്ശൂരുണ്ട്. പ്രീ എക്സാം ഉണ്ടായിരുന്ന കണ്ണൂർ മെയിൻ എക്സാം ഇല്ല, അതുപോലെ മലപ്പുറത്തില്ല, പാലക്കാടില്ല. ഇനി താഴത്തേക്ക് പോയി കഴിയുമ്പോൾ നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, വായിച്ച് നോക്കുക. പിന്നെ ഫീസ് തന്നിട്ടുണ്ട്. SC, STക്കും ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും എക്സ് സർവീസിന് 50 രൂപ ഫീസുള്ളൂ, ബാക്കി എല്ലാവർക്കും 450 രൂപ. ഇനി താഴത്തേക്ക് പോകുമ്പോൾ ഫീസ് അടയ്ക്കുന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിവിടെ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ ഫോർ വേക്കൻസി ഇൻ 1 ഓഫീസ് ഓൺലി ആൻഡ് വിൽ ഹാവ് ടു ഓപ്റ്റ് ഫോർ ഓൺലൈൻ ടെസ്റ്റ് പ്രിലിമിനറി ആസ് വെൽ ആസ് മെയിൻ സെൻറ്റർ വിത്തിൻ ദ സെയിം സ്റ്റേറ്റ് ദ ഓഫീസ് ദേ ആർ അപ്ലൈഡ് ഫോർ. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ ഓഫീസുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റേറ്റാണോ ഓപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രീ എക്സാമും മെയിൻ എക്സാമും അതേ സ്റ്റേറ്റ് തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം, കൊച്ചിയാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കേരളത്തിലെ എക്സാം സെൻറ്ററുകളെ പറ്റത്തുള്ളൂ. അതുപോലെ ഇപ്പോൾ അഹമ്മദാബാദാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗുജറാത്തിലെ എക്സാം സെൻറ്ററുകളെ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് എടുത്ത് പറയേണ്ടതായിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ SBIക്കും IBPSനൊക്കെ അപ്ലൈ ചെയ്യുന്ന അതേ ഇൻ്റർഫേസ് തന്നെയായിരിക്കും. അപ്പോൾ അതിന് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇതിന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇതിൻ്റെ പ്രീ എക്സാം നമ്മുടെ IBPSൻ്റെയും SBIയുടെ ഒക്കെ പ്രീ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ക്ലർക്കിൻ്റെ പ്രീ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി എളുപ്പമായിരിക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ട് ഓഫ് ഭയങ്കര ഹൈ പോകും. അതായത് കഴിഞ്ഞ തവണ ഒരു 90-ന് മുകളിലേക്കായിരുന്നു മിക്ക സ്റ്റേറ്റിലും തന്നെ കട്ട് ഓഫ്. കേരളത്തിലെ ജനറൽ കട്ട് ഓഫ് 95-96 കണ്ടായിരുന്നു. അപ്പോൾ പ്രീ എക്സാം ഇത്തവണയും നല്ല എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് നല്ല ഹൈ പോകും. അപ്പോൾ എക്സാം എഴുതുമ്പോൾ എക്സാം എളുപ്പമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം അറ്റംപ്റ്റ് കൊണ്ട് പോരുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ഇത്രയും കാരണം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ കൂട്ടുകാരത്തൊക്കെ പറയുക. അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ കയറി അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.